നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിജയുടെ ഭാര്യ സംഗീത വിജയ്ക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഭാര്യ സംഗീത ഫയൽ ചെയ്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷൻ നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നു. അതിനകത്ത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഡിവോഴ്സും കൂടെ വരുമ്പോഴേക്കും അതിനാടകീയമായ സംഭവങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുകയാണ്. താരം രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി 2026 തമിഴ്നാട് ഇലക്ഷൻ ഉന്നം വെക്കുന്ന വിജയ്ക്ക് മുന്നിൽ ഇതാ വലിയൊരു പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ വിജയുടെ ഭാര്യ സംഗീത ഫയൽ ചെയ്തിരിക്കുന്നു ജോസഫ് വിജയ് ചന്ദ്രശേഖറിനെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ. അറിയേണ്ടത് ഈ ഡിവോഴ്സിന് കാരണം എന്താണെന്നാണ്. സംഗീത കൃത്യമായി പറയുന്നു, അഡൾട്ടറി കോസ് ആണ് കാരണം. അതായത് നടൻ വിജയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ തന്നെ സംഗീത ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നു. ഈ വ്യക്തി ആരാണ്? അതൊരു താരമാണോ, സൗത്ത് ഇന്ത്യൻ നടിയാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നൊന്നും ഈ പെറ്റീഷനിൽ സംഗീത പറയുന്നില്ല. അവൾ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? പക്ഷേ വിജയ്ക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. ശാരീരികമായും മാനസികമായുമുള്ള ബന്ധം വിജയുമായി പുലർത്തുന്ന ഒരു നടിയുണ്ട്. അതാണ് The point. 2021 ഏപ്രിലിൽ മറ്റൊരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ട് എന്നത് തെളിയുന്നു. ഏപ്രിൽ 2021 അറിയുന്നു. അഡൾട്ടറസ് റിലേഷൻഷിപ്പ്, ശാരീരിക ബന്ധം തന്നെ. റിലേഷൻഷിപ്പ് കയ്യോടെ തൂക്കി എന്നിട്ട് പറയുന്നു ഞാനിത് അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലും he continued the adulterous association without remorse, subjecting the petitioner to prolonged mental cruelty. ഇയാൾ ഈ റിലേഷൻഷിപ്പ് തുടർന്നു. അതെന്റെ കക്ഷിക്ക് മാനസികമായ സമ്മർദ്ദം ഉണ്ടാക്കി എന്നതും കൂടി പോയിന്റിൽ പറയുന്നു. വിജയ് ഈ നടിയുമായിട്ട് പരസ്യവേദികളിലെല്ലാം പൊക്കൊണ്ടിരുന്നപ്പോൾ അത് സംഗീതയുടെ മക്കളെ ഇമോഷണലി ഡാമേജ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഈ നായിക ആരാണ്? പലരുടെയും മനസ്സിലൊരു മുഖമുണ്ടാകും, പക്ഷേ അതാണെന്നോ ഇല്ലെന്നോ ഒന്നും തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ ഇനിയും അല്പം വേണമോ ഈ നടപ്പ് പോരെയോ?